അതായത് മനുഷ്യൻ മലമുണ്ടാക്കുന്ന മിഷനൊന്നുമല്ല. മനുഷ്യന്റെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത് അവന്റെ അഗ്രോ എക്കോസിസ്റ്റം, അവന്റെ വീടൊരു കാർഷിക ആവാസ വ്യവസ്ഥ, അഗ്രോ എക്കോസിസ്റ്റം അതുണ്ടാകണം. 95% കുടുംബങ്ങളിലും അത് 70-കൾക്ക് മുമ്പ് ഉണ്ടായിരുന്നു അഗ്രോ എക്കോസിസ്റ്റം. ഇന്ന് 5% കുടുംബങ്ങളിലും ഇല്ല. അതെന്തുകൊണ്ട് സംഭവിക്കുന്നു? എല്ലാവരും കൃഷി ചെയ്യണം, നല്ല കാര്യമാണ്. നമുക്ക് ആവശ്യമുള്ള പഴങ്ങളും പച്ചക്കറികളും വിഷരഹിതമായത് കഴിക്കാന്നുള്ള ഓരോ പൗരന്റെ അവകാശവും കടമയുമാണ്. പക്ഷെ ഇത് കിട്ടാത്തത് എന്തുകൊണ്ടാണ്? നമ്മുടെ കുഴപ്പം കൊണ്ടാണ്. നമ്മുടെ ജനറേഷനിൽ അടുത്ത തലമുറയെ കൃഷിയിൽ നിന്ന് അകറ്റിക്കൊണ്ടിരിക്കുകയല്ലേ? എന്തുകൊണ്ടാണ് സ്കൂൾ ടൈം കഴിഞ്ഞ് പിള്ളേരെ എന്തുകൊണ്ടാണ് ഈ കൃഷിയെക്കുറിച്ച് കൃഷി ചെയ്യാൻ പറ്റാത്തതും പഠിപ്പിക്കാത്തതും? അത് നമ്മുടെ മാതാപിതാക്കളുടെ കുഴപ്പമായിട്ട് എനിക്ക് തോന്നുന്നത്. ശരിയല്ല സാർ, സ്കൂളുകളിൽ ചെയ്യുന്നുണ്ട് കൃഷി, കുട്ടികളെ കൊണ്ട് ചെയ്യും. ഞങ്ങളുടെ സ്കൂളിൽ തന്നെ ഇപ്പൊ ഞങ്ങളുടെ സിലബസിലില്ല. പക്ഷേ അത് മാതാപിതാക്കൾ എത്ര മാതാപിതാക്കൾ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. സാർ, നാഷണൽ സർവീസ് സ്കീം പോലുള്ള യൂണിറ്റുകൾ സ്കൂളുകളിലുണ്ട്. അത് തീർച്ചയായിട്ടും കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നുണ്ട്. എന്റെ അഭിപ്രായത്തിൽ കൃഷിയൊക്കെ ഉണ്ടല്ലോ, കൃഷിയൊക്കെ പുസ്തകത്തിൽ സിലബസ് പഠിക്കണം. കുട്ടികൾ അറിയട്ടെ കുട്ടിക്കാലത്ത് ഇങ്ങനൊക്കെ ഒരു സാധനം ഉണ്ട്. അങ്ങനെ എന്താ പറയാ, കുറവായിട്ടാ തോന്നുന്നത്. യൂറോപ്പിൽ ചെല്ലണം, അവിടെയുള്ള എത്രയോ ആളുകളാണ് അവർക്ക് വേണ്ടുന്ന പഴങ്ങളും പച്ചക്കറികളും അവരവരുടെ വീട് മുറ്റത്തുണ്ടാക്കുന്നത്. താങ്കളുടെ ഡോക്ടർ പ്രദീപിന് ഒരു നമ്മുടെ ഈ പഴം പച്ചക്കറികൾക്ക് വേണ്ടി നമ്മൾ അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്നതുകൊണ്ടാണല്ലോ അവര് തരുന്നത് നമ്മൾ തിന്നാനായിട്ട് ബാധ്യസ്ഥരാകും. നമ്മൾ കുറച്ചേ കൃഷി ചെയ്യുന്നു. അപ്പൊ ഇതിനെ ഒന്നും കൂടെ വ്യാപിപ്പിക്കാനായിട്ട് കാർഷിക സർവകലാശാലയും ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ സാധിക്കുമെന്നാണ് തോന്നുന്നത്. നമ്മുടെ വീടുകളിൽ തന്നെ അടുക്കള തോട്ടങ്ങളും അല്ല, നമുക്ക് ലാൻഡ് ഒക്കെ ഇഷ്യൂ തന്നെയാ. അതെ, ലാൻഡിന്റെ ഇഷ്യൂ കാര്യമില്ല. പക്ഷെ അതേസമയം നമുക്ക് ചില പാത്രത്തിലും ചട്ടിയിലും ഒക്കെ കുറെ സാധനങ്ങൾ ഉണ്ടാക്കാൻ പറ്റും അല്ലേ? അതിലൊരു താല്പര്യം നമുക്ക് ആർക്കെങ്കിലും ഒരു കൃഷി ചെയ്യാൻ താല്പര്യം ഉള്ള ഒരാൾക്ക് കേരളത്തില് അതിനൊരു തടസ്സം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കാനില്ല. കേരളത്തിലെ പച്ചക്കറി ഉൽപാദനം നമ്മൾ കഴിഞ്ഞ ഒരു നമുക്ക് ആവശ്യമുള്ള എത്ര ശതമാനം കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്? നമുക്ക് 19 ലക്ഷം മെട്രിക് ടണ്ണോളം നമ്മളിപ്പോ ഏതാണ്ട് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഏതാണ്ട് പച്ചക്കറിയുടെ ആവശ്യത്തിന്റെ പകുതിക്ക് മുകളിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. 15 ലക്ഷം മെട്രിക് ടണ്ണിൽ നിന്ന് നമ്മൾ 19 ലക്ഷം മെട്രിക് ടൺ. ഇപ്പൊ നമ്മൾ തന്നെ വളരെ ചെറുതായിട്ടൊന്ന് ആലോചിച്ച് നോക്കിയേ, തണ്ണിമത്തൻ കൃഷി നമ്മുടെ നാട്ടിൽ കാര്യമായിട്ടൊന്നും ഇല്ലാണ്ടിരുന്ന ഒരു കൃഷിയാണ് ഇപ്പൊ തണ്ണിമത്തൻ. ഇപ്പൊ നമ്മുടെ നാട്ടിൽ എത്രയധികം കർഷകർ തണ്ണിമത്തൻ കൃഷി ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഈ സീസണിൽ തന്നെ നമ്മളൊന്ന് നോക്കി അപ്പൊ കൃഷി തീർത്തും ഇല്ല എന്നല്ല, നമ്മൾ സ്വയം ഓരോരുത്തരും തീരുമാനിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള പച്ചക്കറി അത്യാവശ്യത്തിനുള്ള പച്ചക്കറി ചെയ്യാൻ പറ്റും. 3 ഏക്കർ തണ്ണിമത്തൻ കൃഷി ചെയ്യുന്ന ആളാണ് ഞാനിപ്പം. 3 ഏക്കർ ഇത് തണ്ണിമത്തൻ കൃഷി ഏറ്റവും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു കൃഷി തന്നെയാണ്. പക്ഷെ ലാഭകരമായ കൃഷി തന്നെയാണ്. 70-കളിലെ 8 ലക്ഷം ഹെക്ടർ കൃഷിഭൂമി ഉണ്ടായിരുന്നത് 1.25 ലക്ഷം ഹെക്ടറായിട്ട് കുറഞ്ഞു.